ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ബഫർ ഇക്വേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ആണ്. സോ ബേസിക്കലി എന്താ ഞാൻ ബഫറിന് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണ് എ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ചേഞ്ച് ഇൻ ദ പി എച്ച് വെൻ ആസിഡ് ഓർ ആൽക്കലി ഈസ് ആഡഡ് ടു ഇറ്റ്. റെസിസ്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. സോ നമ്മൾ ഇനി ഒരു ആസിഡോ ആൽക്കലി എന്ത് ആഡ് ചെയ്താലും എന്ത് ചെയ്യില്ല, ഒരു കാരണവശാലും പി എച്ചിൽ മാറ്റം വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ബഫർ ഇക്വേഷൻസ് ആൻഡ് ആപ്ലിക്കേഷൻ നമ്മൾ ഈ ഒരു ചാപ്റ്റർ നോക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുന്നത് ഹാൻസൺ ഹാസൽബാൾ ഇക്വേഷൻ ആണ്, HH ഇക്വേഷൻ ആണ്. സോ ഇവിടെ പറയുന്നത് പി എച്ച് ഈസ് ഈക്വൽ ടു പി കെ പ്ലസ് ലോഗ് സാൾട്ട് ഡിവൈഡ് ബൈ ആസിഡ് ആണ്. സോ ഇവിടെ ബേസ് ബഫർ ഇക്വേഷൻ ഉണ്ട്, പി എച്ച് ഈസ് ഈക്വൽ ടു പി കെ ഡബ്ല്യു പ്ലസ് പി കെ ബി പ്ലസ് ലോഗ് സാൾട്ട് ഡിവൈഡ് ബൈ ബേസ്. സോ ഇത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, റെഫറൻസ് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. സോ ഇവിടെ നമ്മൾ സോൾട്ട് ഓൺ വീക്ക് ആസിഡ് അയണൈസേഷനിലെ എഫക്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് വെച്ചാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. സോ ഡെറിവേഷൻ അത്ര വലിയ സംഭവമൊന്നുമല്ല, ജസ്റ്റ് അത് എങ്ങനെയാണ് കിട്ടുന്നത് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് എടുത്ത് ചോദിക്കത്തൊന്നുമില്ല, പക്ഷെ ചോദിക്കുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡിറൈവ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യം വരും. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോളാം. ആസിഡ് ബഫർ ഇക്വേഷൻ ഉണ്ട്, ബേസിക് ബഫർ ഇക്വേഷൻ ഉണ്ട്. സോ ആസിഡ് ആണെങ്കിൽ പി എച്ച് ഇക്വൽ ടു പി കെ പ്ലസ് ലോഗ് സോൾട്ട് ഡിവൈഡ് ബൈ ആസിഡ് ആണെങ്കിലും, ബേസ് ആണെങ്കിൽ പി എച്ച് ഇക്വൽ ടു പി കെ ഡബ്ല്യു പ്ലസ് പി കെ ബി പ്ലസ് ലോഗ് സോൾട്ട് ബൈ ബേസും ആയിരിക്കും. സോ ഈ ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ ദ ഫസ്റ്റ് വൺ ഇസ് പി എച്ച് കാൽക്കുലേഷൻ. നമുക്ക് പി എച്ച് കാൽക്കുലേഷൻ വേണ്ടി നമ്മൾ ബഫർ ഇക്വേഷൻ നിർബന്ധമായിട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഡ്രഗ് അയോണൈസേഷൻ, എത്രത്തോളം ഡ്രഗ് സൊല്യൂഷനിൽ അയോണൈസ് ചെയ്യും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് പി കെ ഡിറ്റർമിനേഷൻ, അതായത് നമുക്ക് പി കെ ഓരോ ഡ്രഗും അതിൻ്റെ സൊല്യൂഷനിൽ എങ്ങനെയാണ് അതിൻ്റെ പി കെ വാല്യൂ കാണിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് സോലബിലിറ്റി പ്രഡിക്ഷൻ, ഒരു ഡ്രഗ് എങ്ങനെ സോലബിലിറ്റി കാണിക്കുന്നു അല്ലെങ്കിൽ ഏത് പി എച്ചിൽ എങ്ങനെ സോലബിലിറ്റി കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് പറഞ്ഞിട്ട് പറ്റും. അപ്പോൾ പി എച്ച് കാൽക്കുലേഷൻ, ഡ്രഗ് അയണൈസേഷൻ, പി കെ ഡിറ്റർമിനേഷൻ ആൻഡ് സോലബിലിറ്റി പ്രഡിക്ഷൻ. സോ നെക്സ്റ്റ് വൺ ഇസ് ബഫർ കപ്പാസിറ്റി. ഞാൻ ഓൾറെഡി ബഫർ കപ്പാസിറ്റി എന്താണ് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു കേട്ടോ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വലിയ സംഭവമൊന്നുമല്ല, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ട്. ബീറ്റ ഇസ് ഈക്വൽ ടു ആൽഫ ബി ബൈ ആൽഫ പി എച്ച് ആണ്. സോ നിങ്ങൾ അത് നോക്കുവാണെങ്കിൽ നോക്കി വെച്ചിരിക്കുക. സോ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് വെൻ സോൾട്ട് ഡിവൈഡ് ബൈ ആസിഡ് ഈസ് ഈക്വൽ ടു 1, പി എച്ച് ഈസ് ഈക്വൽ ടു പി കെ ആയിരിക്കും കണ്ടോ. വെൻ സോൾട്ട് ഡിവൈഡ് ബൈ ആസിഡ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇതായിരിക്കും മാക്സിമം കപ്പാസിറ്റി. അത് ബേസിക്കലി നമുക്കറിയാമല്ലോ, നമ്മൾ എത്ര യൂണിറ്റ് ആഡ് ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു പി എച്ചിൽ ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. ആൻഡ് മാൻസെൽക്കിസ് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇത് മെൻഷൻഡ് അല്ല, നിങ്ങൾ പറ്റുവാണെങ്കിൽ അതുകൊണ്ട് നോക്കി ഒന്ന് വെക്കാം. സോ ബഫേഴ്സ് ഇൻ ബയോളജിക്കൽ സിസ്റ്റം, ബ്ലഡിൽ. സോ പ്രൈമറി ബഫർ എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. സോ കാർബോണിക് ആസിഡ് ബൈകാർബണേറ്റ് സിസ്റ്റം, ആൽക്കലി ആസിഡ് സോൾട്ടോ ഫോസ്ഫോറിക് ആസിഡ് സിസ്റ്റം. സോ ബേസിക്കലി നമ്മളെ ബോഡിയിൽ തന്നെ എന്തുണ്ട്, ബഫർ ഉണ്ട്. എക്സാമ്പിൾ പ്ലാസ്മയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് സെക്കൻഡറി ബഫർ പറയുവാണെങ്കിൽ എറിത്രോസൈറ്റ്സിലും ഉണ്ട് എന്നുള്ളതാണ്. ഹീമോഗ്ലോബിൻ, ഓക്സി ഹീമോഗ്ലോബിൻ സിസ്റ്റം ഉണ്ട്. ആൽക്കലി സോൾട്ടോ ഫോസ്ഫോറിക് ആസിഡ് സിസ്റ്റം ഉണ്ട്. സോ എക്സാമ്പിൾ പഠിച്ചു വെക്കാം കേട്ടോ. ബഫർ ഇൻ ബയോളജിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് രണ്ടൊന്ന് എക്സാമ്പിൾ പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ടായിരിക്കും. സോ ഹോൾ ബ്ലഡിലും ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ബഫർ ഇൻ ബയോളജിക്കൽ സിസ്റ്റം, ലാക്രിമൽ ഫ്ലൂയിഡ്. നമ്മൾ കരയുന്ന കണ്ണീരുണ്ടാവില്ലേ, കണ്ണീരിലും ഒരു ബഫർ ഉണ്ട് എന്നുള്ളതാണ്. സോ ഹൈ ഡിഗ്രി അലോയിങ് 1:15 ഡയലൂഷൻ വിത്ത് ന്യൂട്രൽ ഡിസ്റ്റിൽഡ് വാട്ടർ. സോ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ബഫർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ലാക്രിമൽ ഫ്ലൂയിഡ്സിന് വേണ്ടി. ഇപ്പോൾ നമ്മൾ കണ്ണിൽ ഐ ഡ്രോപ്പ് ഒക്കെ ഒഴിക്കാറില്ലേ, അപ്പോൾ അതിന് നമുക്കൊരു പ്രോപ്പർ ബഫർ നമ്മൾ വെക്കേണ്ട ആവശ്യമാണ്. സോ ബേസിക്കലി 1:15 ഡയലൂഷൻ വിത്ത് ന്യൂട്രൽ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് യൂസ് ചെയ്യുക. പി എച്ച് റേഞ്ച് പറയുവാണെങ്കിൽ 7.0 to 8.0 ആയിരിക്കും. ടിപ്പിക്കലി അറൌണ്ട് 7.5 ആയിരിക്കും. നമ്മൾ ഏതൊരു കണ്ണിൽ ഒഴിക്കുന്ന മരുന്നെടുത്താലും അതിന്റെ പി എച്ച് ഒരു 7.4 ഏകദേശം ആയിരിക്കും. പി എച്ച് ചേഞ്ച് ഇൻക്രീസ് റാപ്പിഡ്ലി വെൻ സാമ്പിൾ ഇസ് റിമൂവ് ഡ്യൂ ടു കാർബൺ ഡൈ ഓക്സൈഡ് ലോ. സോ ബേസിക്കലി നമുക്ക് ലാക്രിമൽ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള ഫ്ലൂയിഡ്സിലൊക്കെ പെട്ടെന്ന് റാപ്പിഡായിട്ട് എന്ത് ചെയ്യാം, പി എച്ചിൽ ചേഞ്ചസ് വരാം. എന്തുകൊണ്ടാണ്, വെൻ സാമ്പിൾ ഇസ് റിമൂവ് ഡ്യൂ ടു കാർബൺ ഡൈ ഓക്സൈഡ് ലോസ്. സോ ബേസിക്കലി കാർബൺ ഡൈ ഓക്സൈഡ് ലോസ് ഉണ്ടാകുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് വേണമെങ്കിൽ പി എച്ചിൽ ചേഞ്ച് കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. സോ മനസ്സിലാക്കി വെക്കുക, എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കി മതി. പിന്നെ ജസ്റ്റ് കുറച്ച് പോയിന്റ്സ് കൊടുക്കുന്നുള്ളതേ ഉള്ളൂ. യൂറിനിലും ഒരു ബയോളജിക്കൽ സിസ്റ്റത്തിലെ ബഫർ കീപ്പ് ചെയ്യുന്നുണ്ട്. സോ 6 ആണ് അതിൽ തന്നെ എപ്പോഴും 24 hour കളക്ഷൻ നോക്കുവാണെങ്കിൽ 6 ആയിരിക്കും മിക്കവാറും നോർമൽ പി എച്ച് ഉണ്ടാവുക. പി എച്ച് റേഞ്ച് കേട്ടോ 4.5 to 7.8 വരാറുണ്ട്. സോ ബേസിക്കലി കിഡ്നിയാണ് അറിയില്ല എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പി എച്ച് റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്, നമ്മുടെ കിഡ്നിയാണ് ചെയ്യുന്നത്. സോ ഹൈഡ്രോണിയം അയോണും റീറ്റെയിൻ ചെയ്യുന്നതും അല്ലെങ്കിൽ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ ഇവരുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉള്ളത് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഐസോട്ടോണിക് സൊല്യൂഷൻ ആണ്. സോ എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ, ബഫേർഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ? അത് സൊല്യൂഷൻ മെയിൻറ്റെയിനിങ് ഐസോട്ടോണിസിറ്റി ആൻഡ് പി എച്ച് ഓഫ് ബോഡി ഫ്ലൂയിഡ്. അതായത് നമ്മുടെ ബോഡി ഫ്ലൂയിഡിന്റെ പി എച്ചും ഐസോട്ടോണിസിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്ന സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുക,
ബഫേർഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ഇവിടെ നിന്ന് മുതലാണ് ഇമ്പോർട്ടൻറ്റ്. മറ്റത് പറഞ്ഞ എല്ലാം ജസ്റ്റ് പോയിന്റ്സ് മാത്രമാണ്, ഇവിടെ മുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കോമ്പാക്റ്റബിലിറ്റി പറയുവാണെങ്കിൽ ബ്ലഡും ലാക്രിമൽ ഫ്ലൂയിഡുമായിട്ട് കോമ്പാക്റ്റബിൾ ആയിരിക്കണം. അതായത് നമ്മൾ ബ്ലഡ് എടുത്തു, ലാക്രിമൽ ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഈ ബഫേർഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ ആയാലും ഇതിൻ്റെ ആയാലും pH എന്തിരണം സെയിം ആയിരിക്കണം എന്നുള്ളതാണ്. സേഫ്റ്റി പറയുവാണെങ്കിൽ പ്രിവെന്റ് ഹീമോലൈസിസ്, ടിഷ്യൂ ഇറിറ്റേഷൻ, നെക്രോസ് ആൻഡ് ടോക്സിറ്റി. സോ ബേസിക്കലി നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബഫർ സൊല്യൂഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കും, നമ്മുടെ ടിഷ്യൂ ഡാമേജ് ഉണ്ടാകാം, ഇറിറ്റേഷൻ ഉണ്ടാകാം, ടോക്സിറ്റി ഒക്കെ ഉണ്ടാകാം എന്നുള്ളതാണ്. ഓസ്മോട്ടിക് പ്രഷർ പറയുവാണെങ്കിൽ മാച്ചസ് ബോഡി ഫ്ലൂയിഡ് ടു അവോയ്ഡ് അഡ്വേഴ്സ് എഫക്റ്റ്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐസോട്ടോണിസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അഡ്വേഴ്സ് എഫക്റ്റ് നമ്മളെ ശരീരത്തിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. വേണമെങ്കിൽ ചോദിക്കാം എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ ചോദിക്കാം. സോ ആപ്ലിക്കേഷൻ പറയുന്നത് നമ്മൾ ഇഞ്ചക്ഷൻസ് ഇല്ലേ, IV കൊടുക്കുന്നത്, സബ്ക്യൂട്ടൻസ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള ഇഞ്ചക്ഷൻസിലൊക്കെ ഈ ബഫർ ഉണ്ട്. ആൻഡ് ഇൻട്രാത്തിക്കൽ ഇഞ്ചക്ഷൻ നമ്മുടെ CSFലൊക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്, നേസൽ ഡ്രോപ്പിൽ കൊടുക്കാറുണ്ട്, ഒപ്താൽമിക് ഡ്രോപ്സിലും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് മറ്റ് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞത്. ഇനി പ്രിപ്പറേഷൻ ഓഫ് ഐസോട്ടോണിക് ബഫർ സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാം? ഫസ്റ്റ് വൺ ഇസ് ഡിസൊല്യൂഷൻ ആണ്. നമുക്ക് ആവശ്യമുള്ള ഡ്രഗും വെള്ളവും എടുക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു വെള്ളമാണ് നമുക്ക് മോസ്റ്റ് സ്റ്റാൻഡേർഡൈസ്ഡ് ഉള്ള സംഭവമല്ലോ. ആൻഡ് pH അഡ്ജസ്റ്റ്മെന്റ് ആണ് ഡിറ്റർമൈൻ ചെയ്തിട്ട് നമ്മൾ ആവശ്യമുള്ള pH കൊടുക്കുക. ഡിസോൾവ് ചെയ്യുക, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുക, ആവശ്യമുള്ള pH കൊടുക്കുക, ടോണിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, ആൻഡ് റിക്വയർഡ് സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക, ആവശ്യമുള്ള സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക, ആൻഡ് ഫൈനലി ഡൈലൂട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. ദ ഫസ്റ്റ് തിങ് ഡ്രഗും ഇൻഗ്രീഡിയൻറ്റിൻ വാട്ടറും കൂടെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, NaClലും ആഡ് ചെയ്ത് pH അഡ്ജസ്റ്റ് ചെയ്യുക. ഇതാണ് ബേസിക് കാര്യം. ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോൾ അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. എന്താ ഓസ്മോസിസ്? സോ സോൾവെന്റ് മൂവ് ത്രൂ എ സെമി പെർമബിൾ മെംബ്രെയിൻ ഫ്രം ലോവർ ടു ഹയർ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ചിട്ട് എന്താണ് സോൾവെന്റ് മൂവ് ചെയ്യുന്നു, അല്ലെ, ഒരു ത്രൂ സെമി പെർമബിൾ മെംബ്രെയിൻ ആയിരിക്കും. സോ ഓസ്മോട്ടിക് പ്രഷർ എന്താണ്? പ്രഷർ റിക്വയർ ടു സ്റ്റോപ്പ് ഓസ്മോസ് ഓഫ് പ്യുവർ വാട്ടർ ഇൻ ടു സൊല്യൂഷൻ. കണ്ടോ, അതായത് പ്യുവർ വാട്ടർ സൊല്യൂഷനിലേക്ക്, അല്ലെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിക്കണം, പ്യുവർ വാട്ടർ സൊല്യൂഷനിലേക്ക് ദ പ്രഷർ റിക്വയർഡ് ടു സ്റ്റോപ്പ് ഓസ്മോസിസ്. കണ്ടോ, ഓസ്മോസ് നിർത്താൻ വേണ്ടിയിട്ട് പ്യുവർ വാട്ടർ ഇൻ ടു സൊല്യൂഷനിലേക്ക്. And next one is application ആണ് പ്രിപ്പറേഷൻ ഓഫ് ഐസോട്ടോണിക് ഇൻട്രാവീനസ് ആൻഡ് ലാക്രൽ ഫ്ലൂയിഡ്. സോ ഐസോട്ടോണിക് ഇൻട്രാവീനസും ലാക്രൽ ഫ്ലൂയിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓസ്മോട്ടിക് അല്ലെങ്കിൽ ഓസ്മോസിസ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷറും ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. സോ ബേസിക്കലി ബയോളജിക്കൽ മെമ്പറിനൊക്കെ ഡെലിക്കേറ്റ് ആണ്, അപ്പോൾ അതിൻ്റെ ഡാമേജ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിഗ്നിഫിക്കൻറ്റ് കാര്യം കൂടെയാണ്. സോ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ പറയുവാണെങ്കിൽ ഐസോട്ടോണിക് സൊല്യൂഷൻ ഉണ്ട്. സോ ഇവിടെ എന്താണ് ഐസോട്ടോണിക് മീൻസ് സെയിം ഓസ്മോട്ടിക് പ്രഷർ സെൽ കണ്ട് നമ്മുടെ സെൽ എങ്ങനെയുള്ളത് അതുപോലെ തന്നെ എന്തായിരിക്കും 0.9 ഓഫ് നോർമൽ സെലൈൻ നമുക്ക് എക്സാമ്പിൾ ആണ്. ഹൈപ്പർട്ടോണിക് ഭയങ്കര കൂടുതലാണ്, കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഹയർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ 2.0 വെയിറ്റ് ബൈ വോളിയം നോർമൽ സെൽ. കണ്ടോ, 0.9 2.0 ഭയങ്കര കൂടുതലായിട്ടുള്ള സൊല്യൂട്ട് കണ്ടന്റ് ഉണ്ടായിരിക്കും. പോയിന്റ് ശ്രദ്ധിക്കണേ, ഇവിടെ 0.9 ആണ്. ഇതാണ് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് മെയിൻ ചെയ്യേണ്ടത്. ഇത് 2.0 ആണ്, ദാറ്റ് മീൻസ് ഹയർ കോൺസെൻട്രേഷൻ ആണ്. ആൻഡ് ഹൈപ്പോട്ടോണിക് കുറവാണ്, 0.2. കണ്ടോ, ഇവിടത്തേക്കാളും കുറവാണ്, ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ആണ്. നോർമൽ സെലൈനൊക്കെയാണ് എക്സാമ്പിൾ. ഹൈപ്പോട്ടോണിക് ആണ്. സോ മറന്നു പോകരുത്, ഹൈപ്പർ കൂടുതൽ ഹൈപ്പോ കുറവ് എന്നുള്ളതാണ്, അത് മറന്നു പോകരുത്. സോ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റിംഗ് ടോണിസിറ്റി, നമുക്ക് എങ്ങനെ ടോണിസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം? നമുക്ക് ക്ലാസ് 1 ക്ലാസ് 2 മെത്തേഡ്സ് ഉണ്ട്, അതാണ് നിങ്ങൾ മിക്കവാറും പഠിക്കേണ്ടായിരിക്കുക. ക്ലാസ് 1 മെത്തേഡിൽ ആഡ് സോഡിയം ക്ലോറൈഡ് ഓർ അതർ സബ്സ്റ്റൻസ് ടു മേക്ക് സൊല്യൂഷൻ ഐസോട്ടോണിക്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു നോർമൽ സെലൈനാണ്, ഇവിടെ എല്ലായിടും കണ്ട് നോർമൽ സെലൈൻ വെച്ച് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പം സോഡിയം ക്ലോറൈഡോ അല്ലെങ്കിൽ നമുക്ക് ഐസോട്ടോണിക് സൊല്യൂഷൻ നമുക്ക് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, നമുക്ക് അത് ആഡ് ചെയ്യാം. ബേസിക്കലി എന്താ ചെയ്യുക, നമ്മൾ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഐസോട്ടോണിസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഫസ്റ്റ് മെത്തേഡ്. ഇനി ക്ലാസ് 2 മെത്തേഡ് ഉണ്ട്, ആഡ് വാട്ടർ ടു മേക്ക് പ്രിപ്പറേഷൻ ഐസോട്ടോണിക്. അത് ക്ലാസ് 2 മെത്തേഡ് വെച്ചാൽ ഇപ്പൊ ഹൈപ്പർ ആണെന്ന് വെച്ചോളൂ, വെള്ളം ആഡ് ചെയ്താൽ മതിയല്ലോ, തിരിച്ച് ചെയ്താൽ മതി. ഇപ്പൊ ഹൈപ്പോ ആണ്, എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സോഡിയം ക്ലോറൈഡ് അടിക്കാം. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് ക്രയോസ്കോപ്പിക് മെത്തേഡ് ആണ്, ബേസ്ഡ് ഓൺ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ. സോ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോണിസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി സോഡിയം ക്ലോറൈഡ് ഇക്വലന്റ് മെത്തേഡ് ആണ്, യൂസ് സോഡിയം ക്ലോറൈഡ് ഇക്വലന്റ് ഓഫ് ഡ്രഗ്. സോ നമുക്ക് എത്ര ഡ്രഗ് ഉള്ളത് അതനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സോഡിയം ക്ലോറൈഡും ഇക്വലൻസ് യൂസ് ചെയ്യുക. ഇതും കുറച്ചും കൂടെ നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കുറച്ച് ഗ്രാഫ് കൊടുത്തിട്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പഠിക്കുക, ഇല്ലെങ്കിൽ ജസ്റ്റ് നോക്കി വെക്കുക. ഈ ഒരു മെത്തേഡ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക കേട്ടോ. സോ ക്രയോസ്കോപ്പിക് മെത്തേഡ്സ് ഓഫ് അഡ്ജസ്റ്റിംഗ് ടോണിസിറ്റി പറയുവാണ്
പറയുവാണെങ്കിൽ പ്രിൻസിപ്പിൾ പറയുവാണെങ്കിൽ മെയിൻറ്റെയിനിങ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ അറ്റ് -0.52 ഡിഗ്രി സെൽഷ്യസ് ഫോർ ഐസോട്ടോണിസിറ്റി. ദ ഫസ്റ്റ് തിങ് ഈസ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എന്ത് ചെയ്യുക, -0.52 ഡിഗ്രി സെൽഷ്യസിൽ വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഇനി കാൽക്കുലേറ്റ് ചെയ്യുക, ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. W is equal to 0.52 minus PSM into D divided by 0.58 കാൽക്കുലേഷൻ യൂസ് ചെയ്യുക. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് നമ്മുടെ സൊല്യൂഷൻ എങ്ങനെയാണോ ഐസോട്ടോണിക് ആയിരിക്കുക അതനുസരിച്ചുള്ള നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. സോ ഇതാണ് പ്രിൻസിപ്പിൾ. എന്താണ്, മെയിൻറ്റെയിനിങ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ അറ്റ് -0.52 ഡിഗ്രി സെൽഷ്യസ് ഫോർ ഐസോട്ടോണിസിറ്റി ആണ്. കാൽക്കുലേഷൻ W is equal to 0.52 minus PSM into D divided by 0.58 ആണ്. ഇത് മറന്നു പോരുത് കേട്ടോ. സോ ഇത്രയാണ് ക്രയോസ്കോപ്പിക്ക്. ഇനി സോഡിയം ക്ലോറൈഡ് ഇക്വലന്റ് മെത്തേഡ് എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് സോഡിയം ക്ലോറൈഡ് ഇക്വലന്റ് ടു 1 gram ഓഫ് ഡ്രഗ് ഇൻ ഓസ്മോട്ടിക് ഡ്രഗ്. അപ്പം ഒരു ഗ്രാം ഡ്രഗിന് അല്ലെങ്കിൽ 1 gram ഡ്രഗിന് ആവശ്യമായിട്ടുള്ള സോഡിയം ക്ലോറൈഡ് നമ്മൾ ഇക്വലന്റ് അല്ലെങ്കിൽ ഈക്വൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഈസ് ഈക്വൽ ടു 7 into LiSO ഡിവൈഡ് ബൈ M. M മോളിക്കുലർ മാസ് ആണ്, LiSO ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ആണ്. സോ ഫ്രീസിംഗ് പോയിന്റും മോളിക്കുലർ മാസും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഡിയം ക്ലോറൈഡ് ഇക്വലന്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ഫോർമുല ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ 0.9 minus PSM into E of മെഡിക്കമെന്റ്. നമ്മൾ എത്രത്തോളം മെഡിക്കമെന്റ് ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ടാണ് നമ്മൾ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നത്. സോ ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ എത്രത്തോളം സോഡിയം ക്ലോറൈഡ് നമുക്ക് ഐസോട്ടോണിസിറ്റിക്ക് ആവശ്യമാണ് അതാണ്. ബേസിക്കലി നിങ്ങൾക്ക് മിക്കവാറും ചോദിക്കേണ്ടാവാം മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റിംഗ് ടോണിസിറ്റി എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ് 1ഉം ക്ലാസ് 2ഉം ക്രയോസ്കോപ്പിക്കും സോഡിയം ക്ലോറൈഡ് ഇക്വലന്റ് എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, ക്രയോസ്കോപ്പിക്കും സോഡിയം ക്ലോറൈഡ് എഴുതുക. ഇത് രണ്ടും എവിടെയുണ്ട്, റെഫറൻസ് ലിസ്റ്റിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി 5 മാർക്ക് ഇത് മതി. ഇത്രയും പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും, കിട്ടാതിരിക്കത്തില്ല. പക്ഷേ ഇതിലൂടെ എഴുതുക, കുറച്ചും കൂടി എഴുതാനായിട്ട് ശ്രമിക്കാട്ടോ. 10 മാർക്കിന് ചോദിച്ചാൽ പോലും അത് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ചാപ്റ്റർ ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഫറിന്റെ ഒരു ക്ലാസ്സും കൂടി ഞാൻ ആഡ് ചെയ്തേക്കാം. നിങ്ങളതൊന്ന് കാണുക, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.